ബിജുചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒരിക്കൽ ഈ അഫ്ഗാനിസ്ഥാൻ വിട്ട് അമേരിക്ക പുറത്തേക്ക് പോയതാണ്. അപ്പോഴാണ് ഈ താലിബാൻ അവിടെ അധികാരത്തിലേറുന്നത്. അന്ന് വലിയ കോലാഹലമൊക്കെ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായതാണ്. അന്ന് പാകിസ്ഥാൻ വിചാരിച്ചത് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ ഒരു ശത്രുരാജ്യമായി ഭവിക്കുമെന്നുള്ളതാണ്. അമേരിക്കയ്ക്കും അതായിരുന്നു താല്പര്യം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോ അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങുകയാണ് അമേരിക്ക എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം വ്യോമത്താവളം അമേരിക്കയ്ക്ക് തിരികെ വേണമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഈ കെയർ സ്റ്റാർമറുമായിട്ട് നടന്ന ഒരു പത്രസമ്മേളനത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം അഭിപ്രായപ്പെട്ടത്. അപ്പൊ താലിബാനും ചൈനയും ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അത് നടക്കില്ല എന്നാണ് പറയുന്നത്. ഇനി തിരിച്ച് അമേരിക്കയ്ക്ക് വരാനായിട്ട് സാധിക്കില്ല എന്ന് ഇവർ താലിബാൻ പറയുന്നുണ്ട്. കാരണം താലിബാന്റെ ഒരു സർവാധിപത്യം ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഈ വ്യോമത്താവളം അമേരിക്ക വേണം എന്ന് പറയുന്നതിന്റെ ഒരു കാരണം, ഈ വ്യോമത്താവളത്തിൽ നിന്ന് 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ ചൈനയിലെ പല ആണവ നിർമ്മിതികളിലേക്കും എന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത്. അതുകൊണ്ട് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു വ്യോമത്താവളമാണ്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വളരെ സുഖമായിട്ട് ചൈനയെ നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരു വ്യോമത്താവളം ആയതുകൊണ്ട് തന്നെയാണ് ഈ വ്യോമത്താവളം തിരിച്ചു വേണമെന്ന് ട്രംപ് പറയുന്നത്. വീണ്ടും അമേരിക്ക അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചെത്താനുള്ള ഒരു സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ചൈനയ്ക്കായിരിക്കുമോ പണിയാകുന്നത്? താലിബാൻ ഇതിനെ എതിർക്കാനായിട്ട് സാധിക്കുമോ? ചൈനയും ഇതിനെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്, താക്കീതും കൊടുത്തിട്ടുണ്ട്. ഇന്ത്യക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഇന്ത്യ അവിടെ ബാഗ്രാം വ്യോമത്താവളം തിരിച്ച് അമേരിക്ക കൈയടക്കുമ്പോൾ ഇന്ത്യക്ക് എന്തെങ്കിലും ഭീഷണി ഉണ്ടാവും? 2001 മറ്റേ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഈ അമേരിക്കൻ സേന അഫ്ഗാനിസ്ഥാനിലെത്തി അവർ പണിതതാണ് ഈ ബംഗ്ര എന്ന് പറയുന്ന വ്യോമത്താവളം. ഇപ്പോൾ അവർ പറയുന്നത്, ഇപ്പോൾ അവിടുത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് 10,000-ഓളം അമേരിക്കൻ സൈനികരെയും കൂടി എത്തിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു സൈനിക താവളമാണ് അവരുദ്ദേശിക്കുന്നത്. ഇത് ഇപ്പൊ പെട്ടെന്ന് ട്രംപിന് ഉദിച്ച ബുദ്ധിയല്ല ഇത്. നമ്മൾ ഒരു മാസം മുമ്പുള്ള ചില കാര്യങ്ങളിലേക്ക് ഞാൻ പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ്. റൊമേനിയയും അസർബൈജാനും തമ്മിൽ ഒരു ട്രീറ്റി ട്രംപ് ഉണ്ടാക്കുകയും വലിയ ബിസിനസ്സുകൾ ഈ അസർബൈജാനും റൊമേനിയയ്ക്കും ഓഫർ ചെയ്യുകയും ചെയ്തു. കൊടുത്തോ ഇല്ലെന്ന് എനിക്കറിയില്ല, ചെയ്തിരുന്നു. വലിയ വാർത്തയായിരുന്നു. ഈ രണ്ട് രാജ്യങ്ങളും ട്രംപിനെ നൊബൽ പ്രൈസിനായിട്ട് പിന്തുണയ്ക്കുകയും ചെയ്തു. ഈ അസർബൈജാൻ എന്ന് പറയുന്നത് അഫ്ഗാനുമായി അതിർത്തി പങ്കിടുന്ന പഴയ സോവിയറ്റ് യൂണിയന്റെ ഒരു സ്ഥലം കൂടിയാണ്. രണ്ടാമത്തത്, അപ്പോൾ അവരെ നയത്തിലെടുത്തുകൊണ്ട് പാകിസ്ഥാനിൽ നയത്തിലെടുത്ത് പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങളടക്കം ഇപ്പോൾ US-ന്റെ നിയന്ത്രണത്തിലാണ്. രണ്ട്, ചൈനയുമായി വളരെ അടുത്ത ഉള്ള ഒരു വ്യോമത്താവളമാണ് ബംഗ്ര വ്യോമത്താവളം. രണ്ട്, ഇറാനെ നിരീക്ഷിക്കാനും ഈ വ്യോമത്താവളത്തിന് കഴിയും. കാരണം ഇതിന്റെ ബോർഡർ ഒരെണ്ണം ഇറാനാണ്, മറ്റൊന്ന് ഇന്ത്യയാണ്. ഇവിടെയാണ് ഇതിന്റെ ഒരു നിർണായകമായ രീതിയിലേക്ക് ഇത് കാര്യങ്ങൾ മാറുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ ആയാലും ചൈന ആയാലും അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ അകമഴിഞ്ഞ് സഹായിക്കുന്നത്, നമ്മൾ നമ്മുടെ കൂടെ നിർത്തുന്നതുമൊക്കെ ആയിട്ടുള്ള ഒരു കാര്യം. പാകിസ്ഥാൻ ഇടഞ്ഞ് നിൽക്കുന്നതിന്റെ പിന്നിലും ഈ ഒരു US-ന്റെ സമ്മർദ്ദമാണ്. ഏതായാലും ബലൂചിസ്ഥാൻ US-ന് കൊടുക്കാം എന്ന് അമേരിക്ക പറഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായി തന്നെ അവിടെ ഒരു വ്യോമത്താവളം, അഫ്ഗാനിസ്ഥാന്റെയും ഒക്കെ ആ ഒരു ബോർഡറിൽ ഒരു വ്യോമത്താവളം വരുന്നത് കുറച്ചുകൂടി അവർക്ക് സേഫ് ആവും. ഇപ്പോൾ പല മാധ്യമങ്ങളും എഴുതി തുടങ്ങിയിട്ടുണ്ട്, ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെ അകന്നു എന്ന് തന്നെയാണ് അവർ കൃത്യമായി തന്നെ പറയുന്നത്. അപ്പൊ ട്രംപിനെ സംബന്ധിച്ച് ഈ മേഖലയിൽ കുറച്ചുകൂടി ഈസിയായി കാര്യങ്ങൾ. കാരണം വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോഴവിടുത്തെ സാമ്പത്തിക ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ചൂഷണം ചെയ്തുകൊണ്ട്, ഇല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങളോ മറ്റോ ഒക്കെ ചെയ്തുകൊണ്ട് പോകും. പക്ഷെ ട്രംപിന്റെ ഭാഷ അങ്ങനെ ആയിരുന്നില്ല. ഇതിന്റെ ഗുരുതരമായ പ്രത്യാഘാതമായിരിക്കും അത് വിട്ടു തന്നില്ലെങ്കിൽ. ഞങ്ങളാണിത് പണിതതൊക്കെ അവർ തന്നെയാണ്, ശരിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വിട്ടു തന്നില്ലെങ്കിൽ, ഒരു രാജ്യത്ത് കയറിയിട്ടാണ് ഈ പറയുന്നത്, ഞങ്ങളിത് പിടിച്ചെടുക്കുന്ന രീതിയിലേക്കാണ് അദ്ദേഹം പറയുന്നത്. 10,000 സൈനികരെ അങ്ങോട്ടേക്ക് അയക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇത് പഴയതുപോലെ അത്ര എളുപ്പമായില്ല. കാരണം ഇറാന് ഇതിനെ സമ്മതിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഇറാനുമായി അത്യാവശ്യം നല്ല ബന്ധമാണ് അഫ്ഗാനിസ്ഥാനുള്ളത്. ചൈന ഇതൊട്ടും അവിടെ വരാൻ ചൈനയ്ക്ക് ഒട്ടും താല്പര്യമില്ല. മറ്റൊന്ന്, ഇന്ത്യക്കും താല്പര്യമില്ല എന്നുള്ളതാണ്. അവിടെ ആകെ താല്പര്യമുണ്ട് എന്നുള്ളത് പാകിസ്ഥാന് മാത്രമാണ്. പാകിസ്ഥാന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഗതികേട് കൊണ്ടുണ്ടാകുന്ന ഒരു താല്പര്യം മാത്രമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ട്രംപിന്റെ പുതിയ ഭീഷണിയെ കണക്ക് കൂട്ടേണ്ടത്. ട്രംപ് എന്തൊക്കെയോ കണക്ക് കൂട്ടുന്നു, ഇല്ലെങ്കിൽ അമേരിക്ക എന്തൊക്കെയോ കണക്ക് കൂട്ടുന്നു. കാരണം ആ ഒരു ഭാഗത്ത്, കാരണം ഏഷ്യയിലായിരിക്കും, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ യുദ്ധം തുടങ്ങുക ഏഷ്യയിൽ തന്നെ ആയിരിക്കുമെന്ന്. അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മളത് പറഞ്ഞത്. റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അതിപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് നാറ്റോ രാജ്യങ്ങളിലേക്കൊക്കെ പതുക്കെ അത് പടരുന്നുണ്ട്. എസ്തോണിയ, അതുപോലെ തന്നെ പോളണ്ട്, ഉക്രൈൻ, റുമേനിയ, ഇവിടങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഡ്രോണുകളൊക്കെ പറത്തി പുടിൻ അതിനുള്ളൊരു കളം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം ഏഷ്യയുടെ ഒരു 90%, റഷ്യയുടെ ഒരു 90% ഏഷ്യ അതിന് ആണല്ലോ. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ഒരു യുദ്ധത്തിനുള്ള എല്ലാ സാധ്യതകളും നിൽക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഒരു അപ്രമാദിത്യം കിട്ടണമെങ്കിൽ, ഒരു അപ്പർ ഹാൻഡ് കിട്ടണമെങ്കിൽ
അത് ഇത് കണക്കൊരു നിർണായകമായ ഒരു സ്ഥലത്തൊരു വ്യോമത്താവളം അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഇറാൻ ഒരു നിർണായക ശക്തിയാകും ഇനി ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ. കാരണം അവിടെ മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക ചുറ്റിക്കാൻ ഇറാൻ മാത്രം മതി. പിന്നെ രണ്ടാമത്തെ കാര്യം, ഖത്തറിനെ ഇപ്പോൾ അമേരിക്ക അത്ര അധികം നമ്പാൻ ഇനി കാരണം ഖത്തർ ഇപ്പോൾ പഴയതുപോലെ അമേരിക്കയ്ക്ക് അകവഴിച്ച് സഹായിക്കുമെന്നൊരു സംശയവും അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ടാണ് തങ്ങളുടെ ഒരു വലിയ ബേസ് അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുവെക്കുന്നത് എന്നും നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. പക്ഷെ ഇനിയൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് കലക്കാൻ ഇറാൻ മതി അവർക്ക്. കാരണം അമേരിക്കൻ വ്യോമത്താവളങ്ങൾ അനവധിയുണ്ട് മിഡിൽ ഈസ്റ്റിൽ. അപ്പോൾ അവിടത്തേക്ക് അമേരിക്കയുടെ ശ്രദ്ധ പോകും. മറ്റൊന്ന്, തായ്വാനിലേക്ക് ചൈന നടത്തുന്ന നീക്കങ്ങൾ, അത് ഈ സമുദ്ര മേഖലയിൽ അടക്കം അമേരിക്കയുടെ ശ്രദ്ധ മറ്റൊരു വഴിക്ക് പോകും. ഇതിനിടയിലാണ് റഷ്യ പസഫിക് മേഖലയിൽ നടത്തുന്ന വലിയ ഒരു മുന്നേറ്റം, എന്തെങ്കിലും വലുതോ ചെറുതോ മുന്നേറ്റം നടത്തിക്കഴിഞ്ഞാൽ അവിടെയും കെട്ടിയടക്കപ്പെടും. ഇതിനിടയിൽ ഇന്ത്യ പാക് ക്ലാഷ് ഉണ്ടായാൽ അവിടെയും അമേരിക്കയുടെ ശ്രദ്ധ എത്തേണ്ടി വരും. അതായത് 4 പാടും വളഞ്ഞിട്ടുള്ള, എനിക്ക് തോന്നുന്നത് ഇന്നലെ ഞാൻ വാങ്കയുടെ ഒരു പ്രവചനം പറഞ്ഞായിരുന്നു. അത് പറയുന്നൊരു കാര്യം, കിഴക്ക് പടിഞ്ഞാറിനെ ആക്രമിക്കും, പടിഞ്ഞാറിനെ കീഴ്പ്പെടുത്തും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം കിഴക്കാണ്. ചൈന ആയാലും റഷ്യ ആയാലും ഒക്കെ, മിഡിൽ ഈസ്റ്റ് മാത്രം ഇറാന്റെ കാര്യം മാത്രമേ ഉള്ളൂ. പാകിസ്ഥാനായാലും അഫ്ഗാനിസ്ഥാനായാലും ഒക്കെ കിഴക്കാണ്. പടിഞ്ഞാറ് സ്വാഭാവികമായി അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമാണ്. ഇതാണ് ഇവിടുത്തെ ഒരു പുതിയ നീക്കം. ഇത് കൂടാതെ തന്നെ ഇന്നലെ ഒരു സുപ്രധാനമായ വാർത്ത കൂടി വന്നിട്ടുണ്ട്. ബ്രിക്സ് ഒരു നാണയം പുറത്തിറക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിന് ഈ ബ്രിക്സിലുള്ള വിവിധ രാജ്യങ്ങളുടെ യോഗങ്ങൾ വളരെ വളരെ ഫാസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു നാണയമല്ല, പകരം യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബക്കറ്റാണ്. അതായത് വിവിധ രാജ്യങ്ങളുടെ പണം വെച്ചിട്ട് ട്രേഡിംഗ് നടത്താൻ പറ്റുന്ന ഒരു ബക്കറ്റാണ്. അതായത് ഡോളറിന് ബദലായിട്ട് ഒരു നാണയമല്ല, പകരം യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് വരുന്നത് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ഒരു ലോകക്രമം വളരെ ഫാസ്റ്റായിട്ട് മാറി മറിയുകയാണ്. ഈ സാഹചര്യത്തിലാണ് പുതിയ പോർവിളിയുമായിട്ട് ഇന്ത്യക്കും ചൈനയ്ക്കും ഇറാനും, പിന്നെ വേണമെങ്കിൽ നമുക്ക് റഷ്യക്കുമൊക്കെ തന്നെ ഒരു ഭീഷണി സൃഷ്ടിച്ചേക്കാവുന്ന ഒരു 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 വ്യോമത്താവളം തന്നെയാണ് ബങ്കര. ഇത് താലിബാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല, അത് അവിടെ നിന്നൊക്കെ അന്ന് പോയതാണ്, ഇനി കണക്കും കാര്യങ്ങളൊന്നും നിങ്ങളുടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയും ചൈനയും വളരെ അടുപ്പത്തിൽ നിൽക്കുന്നത്. ഇവിടെ 2 കാര്യങ്ങളുണ്ട്. അമേരിക്കയെ സംബന്ധിച്ച് വലിയ ഒരു ലിഥിയം ശേഖരം ഈ അഫ്ഗാന്റെ മണ്ണിലുണ്ട്. അത് അവിടെ നിന്ന് ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രാഥമികമായ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ടിങ്, അവിടുന്ന് അവർക്ക് ഈ വിവിധ സാധനങ്ങൾ കൊണ്ടുപോകാൻ. നാളെ ബലൂചിസ്ഥാൻ കിട്ടിക്കഴിഞ്ഞാൽ, ബലൂചിസ്ഥാനിലെ ഖനനവും മറ്റും നടത്തി കഴിഞ്ഞാൽ അവർക്ക് ചൈനയുടെ ഒരു എയർപോർട്ട് കിടപ്പുണ്ട് ഗദ്ദാർ തുറമുഖത്തോട് ചേർന്നിട്ട്. അതാണ് ബലൂചിസ്ഥാനിലുള്ള എയർപോർട്ട്. അത് എപ്പോഴും പ്രശ്നങ്ങളാണ്. അത് ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് ഫ്ലൈ ചെയ്യാൻ പറ്റും. ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ടാകണം ഒരുപക്ഷെ ഖൈബർ പഖ്തൂൺ മേഖലയിലേക്ക്, അഫ്ഗാന്റെ ബോർഡറിലേക്ക് ഇപ്പോൾ ഈ പിഒകെയിൽ നിന്നുള്ള ഭീകരവാദികൾ കടന്നു കയറിയതെന്നും വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നൊരു വിഷയമാണ്. ഏതായാലും ഇന്ത്യ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് ഒരു വമ്പൻ കരസേനയുടെ സൈനികാഭ്യാസം നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ നടത്തിയത്. രാത്രിയും പകലും വലിയ ഭീരങ്കികളും ഒക്കെ നിരത്തിക്കൊണ്ട്, ടാങ്കുകളും മറ്റുമൊക്കെ നിരത്തിക്കൊണ്ട് വലിയ രീതിയിൽ ഒരെണ്ണം നടത്തിയിരുന്നു. അതായത് ഏത് സമയവും ഒരു സാഹചര്യം, നമ്മളിത് പറയുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർ പറയും നമ്മൾ രണ്ടും യുദ്ധക്കൊതിയന്മാരായോണ്ട് എന്നും യുദ്ധം പറയുന്നത്. അതുകൊണ്ടല്ല, സാഹചര്യങ്ങൾ മാത്രമാണ്, നിലവിൽ കിട്ടിയ വാർത്തകളെ അനാലിസിസ് ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു സാധ്യതകളിലേക്കാണ് പോകുന്നത്. ഇത് വിവിധ മാധ്യമങ്ങളിൽ വരുന്ന വിവിധ വാർത്തകളാണ്. ഒന്ന് ഇന്ത്യയിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ചൈനയുടെ കാര്യം പറഞ്ഞു, അഫ്ഗാനിസ്ഥാനും അമേരിക്ക തമ്മിലുള്ള ക്ലാഷ് പറഞ്ഞു. ഇതെല്ലാം കൂട്ടിയിണക്കി കിട്ടുമ്പോൾ ആകെ കിട്ടുന്നൊരു തുക അത് എങ്ങനെയാണ് എന്നുള്ളതാണെങ്കിൽ ഒരുപക്ഷെ സമീപത്ത് തന്നെ അതിനൊരു സാധ്യത വളരെ കൂടുതലാണ്. കാരണം വളരെ പെട്ടെന്ന് നടത്തിയ ഒരു എന്ന് പോലെ തോന്നുന്നു. കാരണം നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് അനൗൺസ്മെന്റുകളൊന്നും ഇല്ലായിരുന്നു. നോട്ടാമൊക്കെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പലയിടത്തെങ്കിൽ പോലും. ഇത് അങ്ങനെയല്ല, വളരെ പെട്ടെന്നായിരുന്നു ഈ താർ മരുഭൂമിയിൽ വലിയ രീതിയിലുള്ള ഒരു സൈനികാഭ്യാസം നടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ പാകിസ്ഥാൻ ഒരു വലിയ മിസൈൽ നിർമ്മിക്കുന്നു എന്നുള്ള വാർത്തയും വരുന്നു. അത് ഇസ്രയേൽ വരെ ലെങ്ത് ഉണ്ടെന്നൊക്കെയാണ് പാക് മാധ്യമങ്ങൾ പറയുന്നത്. അതായത് ഇസ്രയേൽ വരെ പോയി അടിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു മിസൈൽ നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് ഇസ്രയേലിന്റെ പങ്ക് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അവരും അവിടെ ഒരു വലിയ രീതിയിലുള്ള യുദ്ധം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്ക് ട്രംപിന്റെ പുതിയ നീക്കം. അതിന് ട്രംപ് ഉപയോഗിക്കുന്നത് ധാർഷ്ട്യത്തിന്റെ ഭാഷയാണ്, പിടിച്ചെടുക്കുമെന്നുള്ള ഭാഷയാണ്. അത് പഴയതുപോലെ അത്ര എളുപ്പമാകില്ല. കാരണം മറുവശത്ത് ചൈനയുണ്ട്. ഒരുപക്ഷെ നിഷ്പക്ഷമെങ്കിലും തോന്നുമെങ്കിലും ഇന്ത്യയും ഇതിനെതിരാണ്. ഇറാൻ സ്വാഭാവികമായി തന്നെ എതിരാണ്. ഇതിനിടയിൽ കിടക്കുന്ന അഫ്ഗാനിസ്ഥാന് ഒരുപക്ഷെ പഴയതുപോലെ ട്രംപിന് റെഡ് കാർപ്പറ്റ് വിരിക്കാൻ അല്പം ബുദ്ധിമുട്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ഇതിന് മനസ്സിലാകുന്നത്.